ആ തിരുമ്പാളതൊന്ന് കല്ലുമ്പോ കൊണ്ടിട്. എന്നിട്ട് ആകും പോലെ അടിച്ചുകൊണ്ട് പുറത്തേക്ക് ആക്കൂട്. അത് ഇവിടുന്ന് അടിച്ചു വരുന്നുണ്ട്. അല്ലടോ, അന്റെ പണിയൊക്കെ ഒന്ന് നേരത്തെ കഴിഞ്ഞോ? ഏയ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മിറ്റം അടിച്ചിട്ടില്ല. അതിന് വേണ്ടി മയും പെയ്തല്ല. അപ്പൊ ഒന്നായിട്ട് ചീഞ്ഞ് കിടക്കാണ്. അപ്പൊ മിറ്റത്ത് കറങ്ങിയതാണ് ഒന്ന് അടിക്കാൻ വേണ്ടിട്ട്. ഒരാഴ്ച കൂടി ഉള്ളല്ലോ ഇനിയിപ്പോ പെരുന്നാളിന്. പെണ്ണിന് ഡ്രസ്സൊക്കെ എടുത്തേ? ഞാൻ ഇന്നലെ പോയിട്ട് എടുത്ത്. പിള്ളേർക്കും എനിക്ക് എല്ലാവർക്കും എടുത്ത്. ഇക്ക് പിന്നെ ഒരു മാക്സി എടുത്തിട്ടുള്ളു. അതിന് മാത്രം എന്താപ്പോ, നമ്മളിപ്പോ എടുക്കുമ്പോ പോണൊന്നുമില്ലല്ലേ. നമ്മൾ ഇട്ട് പോണത് എന്താ അബായല്ലേ, വേറെ എന്താ നമ്മളിടല്. പിന്നെ മോടുത്തന്ന അബായ ഉണ്ടായിന്ന് അവിടെ. അതുകൊണ്ട് പിന്നെ ഞാൻ അബായ നിർത്തിയില്ല. അനക്കെന്തെടുത്ത്? മാക്സിയോ? പെണ്ണിന് ചുരിദാർ എടുത്തുണ്ടാവൂലേ? എന്ത് തിരക്കാ അറിയോ കടയിലൊക്കെ. ഞങ്ങൾ ഇന്നലെ രാവിലെ അസർ ബാങ്ക് കഴിഞ്ഞിട്ട് നിർത്താനായപ്പോൾ അത്രയും തിരക്കാണ്. ഒരു ഈച്ചക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള സ്ഥലം കടലിന്റെ ഉള്ളിലൊന്നും. ഏയ് ഇവിടെ ഒന്നും എടുത്തിട്ടില്ല. ഒന്നാമത് കയ്യിൽ പൈസ ഇല്ല. ഞാൻ പണിയില്ലാതെ എന്നിരിക്കലൊടത്തിയതാണ് ഇവിടെ. ഇനിയിപ്പോ പണി എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിലേ നോമ്പ് കഴിയണം. പിന്നെ 2-3 സ്ഥലത്തുനിന്ന് സെക്കാത്തും കായും കിട്ടി. അതിനാണെങ്കിൽ പെരേക്കുള്ള കുറച്ച് സാധനങ്ങളും വാങ്ങി. അല്ല, എൻ്റെ ആങ്ങളാരൊന്നും കൊടുന്നു തന്നീല എനിക്ക്. ഒന്നിനാത്രം പോന്ന 2 ആങ്ങളാരില്ല എനിക്ക്. എൻ്റെ കുട്ടീനൊന്നും ഒരു തിരിഞ്ഞു നോക്കലില്ലേ? അവർക്ക് തന്നെ ഉണ്ട് ഒരുപാട് ചെലവ്. കുട്ടികളും മക്കളും ഓരോ ജീവിതമൊക്കെ പാടായിട്ട് അങ്ങനെ നടക്കല്ലേ. അതിൻ്റെ ഇടക്ക് നമ്മളെ ചെലവും കൂടി ഓരോട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയാവില്ല. ഞാൻ പിന്നെ ഓരോന്നും അറിയിക്കലില്ല. ഉള്ളതും അറിയിക്കലില്ല, ഇല്ലാത്തതും അറിയിക്കലില്ല. ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവും. ഞാൻ ചോദിക്കണോടൊന്നും തോന്നരുത്. എൻ്റെ അടുത്ത് ഉണ്ടാവും ഒരു 2000 റുപ്യ എടുക്കാന്. പെണ്ണിന് ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാനേന്ന്. കഴിഞ്ഞ പെരുന്നാൾക്ക് തന്നെ അവൾക്ക് ഒന്നും എടുത്തിട്ടില്ല. ഈ പെരുന്നാൾക്ക് ഇനിയിപ്പോ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മനസ്സിന് എന്തോ ഒരു ഇടങ്ങറ്. ഞാൻ പണിക്കൊക്കെ തുടങ്ങിയിട്ട് തരണ്ടേ. 2000 റുപ്യ എന്നൊക്കെ പറയുമ്പോൾ 2 ദിവസം മുന്നേ ചോദിക്കുകയാണെങ്കിലേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 5ന്റെ പൈസ ഇല്ല മോളെ എൻ്റെ കയ്യിൽ. ഇനി പെരുന്നാൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ പെരേക്ക് സാധനം വാങ്ങാന് ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ചങ്ങാണ്ട് എനിക്കൊരു പൊടുത്തും ഇല്ല. മൂപ്പരാൾ ഇനി പൈസ അയക്കണമെങ്കിലേ അടുത്ത മാസം പകുതി ആവണം. ഇനിയിപ്പോ ഞാൻ എന്താ കാട്ടാന്ന് എനിക്കൊരു പൊടുത്തും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ആരോടെങ്കിലും കടം ചോദിക്കേണ്ടി വരുന്നവയെ തോന്നുന്നത്. ഞാൻ നാളെ പോട്ടെ, പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ വെറുതെ ഒന്നും കണ്ട് ഇറങ്ങിയാതെ വെച്ച് ഡ്രസ്സൊക്കെ എടുത്തോന്ന് അറിയാലോ വെച്ചിട്ടേ ഞാൻ പോയിട്ടാ. ആ $2000. മനുഷ്യന്റെ കയ്യിൽ തന്നെ ഇവിടെ പൈസ ഇല്ല. ഓൾ ഇത്രയും കാലം നയിച്ച പൈസ എന്താ കാട്ടി? ഓരോ ഉടായ്പ കൊണ്ട് ഇറങ്ങിക്കോളൂ. ഉമ്മ, ഉമ്മ, എന്നോടല്ലേ പറഞ്ഞ മോളെ ഞാൻ ആ തിരുമ്പാളൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് കല്ലുമടാന്. വേഗം പണി കഴിഞ്ഞാൽ അതായില്ലേ. എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഡ്രസ്സ് എടുത്തുമ്മ. എനിക്ക് ഇനി എന്നാ എടുക്കല്? അതോ കഴിഞ്ഞ പെരുന്നാളത്തെ പോലെ തന്നെയാണ് അമ്മ എനിക്ക് ഈ പെരുന്നാൾക്കും ഡ്രസ്സൊന്നും എടുക്കണില്ല? ഏയ് ഇനിയിപ്പോ ഒരാഴ്ചയും കൂടി ഇല്ലേ നമുക്ക് പെരുന്നാക്ക്. അതിന്റെ ഉള്ളിൽ പോയി എടുക്കാം. ഇജിപ്പോ ചെന്നിട്ടേ ഞാൻ പറഞ്ഞ പണി ചെയ്യ. ചെന്നിട്ട് ഞാൻ ചെല്ല്. ആ പഠിച്ചോനെ, ഞാൻ എന്താ ചെയ്യ? എന്റെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ കഴിഞ്ഞ പെരുന്നാക്കോ ഞാൻ എടുത്തിട്ടില്ല, ഈ പെരുന്നാക്കോ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ തന്നെ എന്റെ കുട്ടി തൽക്കാലം ഇപ്പൊ ഇത് ഒരു പണി വെച്ചുകൊണ്ട് അവൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്താലോ? അതേ നടക്കുള്ളൂ ഇപ്പൊ. അല്ലാതെ എന്റെ കയ്യിലൊരു മാർഗം കാണാനില്ല. എവിടുന്ന് കിട്ടാണ്? ഇപ്പത്തെ കാലത്ത് കടം ചോദിച്ചാലൊന്നും ഒരു മനുഷ്യൻ ഉണ്ടെങ്കിലും തരൂല. ഇതല്ലാതെ ഒരു മാർഗല്ലേ ചെയ്യ. തന്നെ അല്ലേ പേര? ആ തന്നെ. ആരൊക്കെ ബെല്ലടിക്കണേ?
എവിടെ? എന്നാ തീരെ പഠിച്ചാണ് ഞങ്ങൾ ഈ ദുരിതം. ഇന്നും നേരം തുടങ്ങിയതൊന്നല്ലല്ലോ ഇത്. കൊല്ലങ്ങളായി. പെണ്ണാണെങ്കിലും ഒന്നിനാത്രം വളർന്നും വരുന്നു. കല്യാണ പ്രായത്തി ഒരു പെരുന്നാൾക്ക് വരെ ഡ്രസ്സ് എടുത്തെടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയും. ആരാൻ്റെ പേരെയൊക്കെ എങ്ങനെയാണോ ഞാൻ അതിനെ കെട്ടിച്ചയക്കൽ. ഉണ്ടായിരുന്ന മീനിങ് വരെ പണയം വെച്ചിട്ട് അപ്പൊ അതിന് ഒരു പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തെടുക്കാൻ പോണത്. എന്ന് എൻ്റെ കുട്ടിക്ക് സന്തോഷത്തോടെ ഒരു ജീവിതം ഉണ്ടാവുകയാണാവോ? എന്റെ ജീവിതം ഈ കണ്ണീര് കുടിച്ച ജീവിതമായിപ്പോയി. ഇമ്മ ഇവിടെ ഉണ്ട്. ഉമ്മ ഉമ്മ വരി, കേറിയിരിക്കേ. ആ ആ ഇത് വരണേ. എന്തിനാണ് ഈ ഇങ്ങനെ വിളിക്ക? ഇതെന്താ ഈ വൈക്കൊക്കെ? ആ എന്റെ ഫോണിക്ക് ഞാൻ കൊറേ വിളിച്ച് സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയണത്. അതിന്റെ ഡിസ്പ്ലേ പോയി കെടുക്കാണ്. ഇനിയിപ്പോ പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെ നേരാക്കാൻ കഴിയുള്ളൂ. പണിക്ക് പോയതിന്റെ ശേഷം എന്തേലും പണി ഉണ്ടായിരുന്ന വീട്ടില്? ഏയ് പണിക്ക് ഇഞ്ഞിജേ നോമ്പ് കഴിഞ്ഞിട്ട് വന്നാ മതി. ഞാൻ ഇത് കൊടുന്നേരാൻ വേണ്ടി വന്നതാണ്. ഇതിലേ അനക്കും മോൾക്കുള്ള ഡ്രസ്സ് ഉണ്ട്. എന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്നുള്ളതേ എനിക്കറിയാം. ഇന്ന മോളെ ഇതവിടെ കൊണ്ടുവെക്ക. ആ പടച്ചോന ഇങ്ങക്ക് ഇങ്ങനെ തോന്നിച്ചത്. എന്റെ ബന്ധുക്കൾ പോലും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഇന്ന് രാവിലെയും കൂടി ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്റെ കുട്ടിക്ക് ഒരു കൂട്ടി ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യാന്നുള്ളത്. അപ്പളാ ഇങ്ങളിങ്ങനെ കൊടുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു കൂട്ടിന്റെ കുട്ടിക്ക് കിട്ടുന്നുള്ളത്. കുറെ പൈസ എല്ലാരോടും കടം ചോദിച്ചേ ആരോടൊന്നും കിട്ടിയില്ല. എല്ലാവർക്കും പിന്നെ ഈ നോമ്പും പെരുന്നാളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാവില്ല. പിന്നെ പണിയൊന്നും ഇല്ലാതായപ്പോ പിന്നെ ഞാനത് അങ്ങോട്ട് നിങ്ങളടുത്തൊക്കെ ഒന്നിനും വരാഞ്ഞത്. അതാ പറയണത്, ഞമ്മക്കേ ഒരു വഴി അടയുമ്പോളേ ഒരു വഴി പടച്ചോ ഞമ്മക്ക് താനെ തുറന്നു തരും എന്നുള്ളത്. ഞാൻ നാലേ ഇറങ്ങട്ടെ. ചെക്കൻ്റെ വണ്ടിയിലാണ് വന്നതേ. ഓൻ്റെ അവിടെ റോട്ടുമ്പോ നിക്കണ്. ഞാൻ എന്നാ പോയിട്ടോ. അല്ല അന്റെ കമ്മലെവിടെ? അത് ഞാനേ കഴുകാൻ വേണ്ടി ഊരി വെച്ചിക്ക. പെരുന്നാൾ കഴിഞ്ഞിട്ടേ ഈ അങ്ങോട്ട് പണിക്ക് വരുകൊണ്ടിട്ടാ. അനക്കറിയണ തന്നെയല്ലേ നോമ്പിന് അവിടെ ഒരു പണിയില്ല എന്നുള്ളത്. പിന്നെ ഈ നോമ്പ് നോറ്റിക്കാണ്ടിച്ച് പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അനക്കും ക്ഷീണാവും. പിന്നെ പണിയില്ലാതെ ഞാൻ എന്ത് പണി എന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കുക? വരുന്നത് ഒരാശ്വാസം തന്നെയാണ്. പക്ഷെ ഒരു പണിയില്ലാതെ ഞാൻ എന്നെ കൊണ്ട് എന്ത് പണി എടുപ്പിക്കാനാണ്? വെറുതെ അനക്കൊരു മെനക്കെടാവും. ഞാൻ എന്നാ ഇറങ്ങട്ടെ. ഇജേ ആ കമ്മലെടുത്തുങ്ങാണ്ടേ കാതിലിടാൻ നോക്ക്. ആ കവറിലുണ്ടേ കുറച്ച് പൈസ. പെരുന്നാക്കുള്ളേ പെരേക്കുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കോ. ഞാനുള്ള മീനിങ് എടുത്തുങ്ങാണ്ട് പണയം വെച്ചിങ്ങാണ്ടേ അതിന് സാധനങ്ങളൊന്നും വാങ്ങാൻ നിൽക്കണ്ട. ഞാൻ ഇറങ്ങിട്ടാ. പഠിച്ചോനെ എങ്ങനെയൊക്കെ കിട്ടാൻ മാത്രം എന്ത് പുണ്യം ഞാൻ ചെയ്തത്.